നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇന്ത്യ UAE സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്താൻ ധാരണ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാന്റെ 3 മണിക്കൂർ ഇന്ത്യ സന്ദർശനത്തിൽ പ്രതിരോധം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ധാരണ. 2032ഓടെ $200 ബില്യൺ വ്യാപാരം നടത്തും. UAE പ്രസിഡന്റിന്റെ സന്ദർശനം വിജയകരമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ശബരിമല സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഹൈക്കോടതിയിൽ. കണ്ടെത്തലുകൾ ഗുരുതരമെന്നും ആശങ്കകൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്നും കോടതി. പാളികൾ മാറിയെന്ന സംശയം. നാളെ തന്നെ ശബരിമലയിലെത്തി വീണ്ടും പരിശോധന നടത്താൻ SITക്ക് നിർദ്ദേശം. PS പ്രശാന്തിന്റെ കാലത്തെ ഇടപാടുകളും പരിശോധിക്കുമെന്ന് SIT. കൂടുതൽ അറസ്റ്റിന് സാധ്യത. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വിജയം ആഘോഷിച്ച KPCCയുടെ വിജയോത്സവം മഹാപഞ്ചായത്ത്. ഓരോ പൗരന്റെയും വോട്ട് സംരക്ഷിക്കപ്പെടണമെന്നും തൊഴിൽ തേടി നാടുവിടുന്ന യുവാക്കൾക്ക് നാട്ടിൽ അഭിമാനത്തോടെ ജോലി ചെയ്യാൻ അവസരം ഒരുക്കണമെന്നും രാഹുൽ ഗാന്ധി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയത് ചരിത്ര വിജയമെന്ന് രാഹുൽ. കേരള കുംഭമേളയ്ക്ക് ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ പതാക ഉയർന്നു. തിരുനാവായയിൽ ഭക്തിനിർഭരമായി നിള ആരതി. വിശ്വഗുരുസ്ഥാനത്തേക്ക് ഭാരതം ഉയരുന്നത് ആരാധനാലയങ്ങൾ തകർത്തോ ഭൂപ്രദേശങ്ങൾ കീഴടക്കിയോ അല്ലെന്നും ഹൃദയങ്ങൾ കീഴടക്കിയെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. പൊള്ളാച്ചിയിൽ നിന്ന് പുറപ്പെട്ട രഥയാത്ര തമിഴ്നാട് സർക്കാർ തടഞ്ഞതിൽ വ്യാപക പ്രതിഷേധം. സമൂഹമാധ്യമത്തിലൂടെയുള്ള ആരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ. ദീപകിന്റെ വീട്ടിലെത്തി പോലീസ് ബന്ധുക്കളുടെ മൊഴിയെടുത്തു. നോർത്ത് സോൺ DIG അന്വേഷിക്കണമെന്നും അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കണമെന്നും നിർദ്ദേശം. പോലീസ് ഇന്ത്യ UAE സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്താൻ ധാരണ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാന്റെ 3 മണിക്കൂർ മാത്രം നീണ്ടുനിന്ന ഇന്ത്യ സന്ദർശനത്തിലാണ് നിരവധി കരാറുകളിൽ ധാരണയായത്. 2032ഓടെ $200 ബില്യൺ വ്യാപാരം ഇരു രാജ്യങ്ങളും നടത്തും. പ്രതിരോധ മേഖലയിലുള്ള സഹകരണത്തിലും ധാരണയായി. UAE പ്രസിഡന്റിന്റെ സന്ദർശനം വിജയകരമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വൈകിട്ട് 5 മണിയോടെയാണ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഇന്ത്യയിലെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. രണ്ടുപേരും ഒരേ കാറിലാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോയത്. സഹോദരനെന്നാണ് ഷെയ്ഖ് മുഹമ്മദിനെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. ഇന്ത്യ UAE ബന്ധം ശക്തമായി നിലനിർത്തുന്നതിന് ഷെയ്ഖ് മുഹമ്മദ് കാണിക്കുന്ന താൽപര്യത്തെ മോദി പ്രകീർത്തിച്ചു. 3 മണിക്കൂർ മാത്രം നീണ്ടുനിന്ന ഇന്ത്യ സന്ദർശനത്തിൽ നിരവധി കരാറുകളിൽ ധാരണയായി. ഊർജ്ജ മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ആധുനിക ന്യൂക്ലിയർ സാങ്കേതിക വിദ്യ, AI, ശൂന്യാകാശ ഗവേഷണം, പ്രതിരോധം എന്നീ മേഖലകളിൽ കൈകോർക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് കരുത്തേകും. കൂടാതെ 2030ഓടെ ഉഭയകക്ഷി വ്യാപാരം $200 ബില്യൺ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സാമ്പത്തിക ബന്ധം കൂടുതൽ വിപുലീകരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ഭക്ഷ്യവസ്തുക്കളുടെയും കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഇന്ത്യൻ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകും. UAEയിലെ ഫസ്റ്റ് അബുദാബി ബാങ്ക്, DP വേൾഡ് എന്നിവയുടെ ഓഫീസുകൾ ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ തുറക്കാനും തീരുമാനമായി. ഇത് നിക്ഷേപ മേഖലയിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അഭിപ്രായപ്പെട്ടു. UAEയിലുള്ള ഇന്ത്യൻ പൗരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിൽ ഷെയ്ഖ് മുഹമ്മദ് കാണിക്കുന്ന താൽപര്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. അതോടൊപ്പം അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെയും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ശക്തികളെയും ഇരു നേതാക്കളും സംയുക്തമായി അപലപിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ മാറ്റി പുതിയത് സ്ഥാപിച്ചതായി സംശയിക്കുന്ന VSSC ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് ഹൈക്കോടതി പരിഗണിച്ചു. നാളെ തന്നെ ശബരിമലയിലെത്തി വീണ്ടും പരിശോധന നടത്താൻ SITക്ക് നിർദ്ദേശം നൽകി. ദേവസ്വം ഉദ്യോഗസ്ഥരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തണം. VSSCയുടെ തുടർ ശാസ്ത്രീയ പരിശോധന SIT റിപ്പോർട്ട് പരിഗണിച്ച ശേഷം നടത്തും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക സംശയവുമാണ് ഹൈക്കോടതി SITയോട് തുടർ പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയത്. വിജയ് മല്യ സമർപ്പിച്ച സ്വർണ്ണപ്പാളി മാറ്റിയോ എന്ന സംശയം ശാസ്ത്രീയ പരിശോധന നടത്തിയ VSSCയും റിപ്പോർട്ട് ചെയ്യുന്നു. നാളെ തന്നെ ശബരിമലയിൽ പരിശോധന നടത്തുവാൻ SITക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. സ്വർണ്ണപ്പാളി മാറ്റി എന്നുള്ളതും സ്വർണ്ണക്കൊള്ള നടത്തി എന്നുള്ളതിനുമായ ശാസ്ത്രീയമായ അടിത്തറയാണ് ഈ കാര്യത്തിൽ ഹൈക്കോടതിയും ലക്ഷ്യമാക്കുന്നത്. വിജയ് മല്യ നൽകിയ സ്വർണ്ണപ്പാളി മാറ്റി പുതിയ പാളിയാണോ ശബരിമലയിൽ സ്ഥാപിച്ചതെന്ന്
ഹൈക്കോടതിക്കും സംശയമുണരുന്നു. ഉദ്യോഗസ്ഥരടക്കം വിശദമായി ചോദ്യം ചെയ്ത് മൊഴിയെടുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്വർണ്ണപ്പാളി മാറ്റി എന്ന് ഉറപ്പുവരുത്തിയാൽ ക്രിമിനൽ കേസ് നിലനിൽക്കും എന്നും കൂടി ഹൈക്കോടതി ഉറപ്പുവരുത്തുന്നുണ്ട്. സ്വർണ്ണപ്പാളി ചെമ്പായതിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന ദേവസ്വം ബോർഡ് അധികാരികളുടെ വാദം ഇതോടെ പൊളിയും. അന്ന് ശബരിമലയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ മുഴുവനും SITക്ക് ചോദ്യം ചെയ്യേണ്ടി വരും. വിശദമായ മൊഴി രേഖപ്പെടുത്തേണ്ടി വരും. ഏതായാലും സമയം നൽകാതെ നാളെ തന്നെ ശബരിമലയിലെത്തി പരിശോധന നടത്തുവാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഗുരുതരമായ സംശയമാണ് ഹൈക്കോടതിക്കും തോന്നിയിട്ടുള്ളത്. BSSCയോട് വീണ്ടും പരിശോധന നടത്തി റിപ്പോർട്ട് നൽകാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. SITയുടെ നാളത്തെ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും BSSCയുടെ തുടർ നടപടി. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ള CBI അന്വേഷിക്കണമെന്ന് ശബരിമല കർമ്മസമിതി ആവശ്യപ്പെട്ടു. ക്ഷേത്ര സംരക്ഷണ സമിതി, ഹിന്ദു ഐക്യവേദി, വിശ്വ ഹിന്ദു പരിഷത്ത്, ശബരിമല അയ്യപ്പ സേവാ സമാജം എന്നീ ഹൈന്ദവ സംഘടനകൾ ചേർന്ന് തിരുവനന്തപുരത്ത് നാമജപ പ്രതിഷേധവും സംഘടിപ്പിച്ചു. വിശ്വ ഹിന്ദു പരിഷത്ത് അന്തർദേശീയ വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാർ നാമജപ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ശബരിമല വിമാനത്താവള പദ്ധതി പ്രദേശമായ ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥ തർക്കത്തിൽ സർക്കാരിന് തിരിച്ചടി. ഭൂമിയുടെ അവകാശം സംബന്ധിച്ച് സർക്കാർ പാലാ സബ് കോടതിയിൽ നൽകിയ ഹർജി തള്ളി. എതിർകക്ഷികളായ അയന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഹാരിസൺ മലയാളത്തിന്റെയും വാദങ്ങൾ കോടതി അംഗീകരിച്ചു. ഇതോടെ ശബരിമല വിമാനത്താവളത്തിന്റെ ഭാവി ആശങ്കയിലായി. എരുമേലി സൗത്ത്, മണിമല വില്ലേജുകളിലായുള്ള ചെറുവള്ളി എസ്റ്റേറ്റിലെ 2263 ഏക്കർ ഭൂമിയെ ചൊല്ലിയാണ് സംസ്ഥാന സർക്കാരും ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന് കീഴിലെ അയന ചാരിറ്റബിൾ ട്രസ്റ്റും തമ്മിലുള്ള ഉടമസ്ഥാവകാശ തർക്കം. ശബരിമല വിമാനത്താവള പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ഈ ഭൂമി കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഉടമസ്ഥ തർക്കം വിവാദമായതും കോടതിയിലെത്തിയതും. സ്വന്തം ഭൂമിയെന്ന് പറഞ്ഞാണ് സംസ്ഥാന സർക്കാർ വിമാനത്താവള പദ്ധതിയുമായി മുന്നോട്ടു പോയത്. എന്നാൽ ഹാരിസൺ മലയാളം കമ്പനിയിൽ നിന്ന് വാങ്ങിയ ഭൂമിയാണെന്ന അവകാശവുമായി അന്നത്തെ ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന ഇന്നത്തെ അയന ചാരിറ്റബിൾ ട്രസ്റ്റ് രംഗത്തെത്തുകയായിരുന്നു. ഇതിനിടെ വിദേശ കമ്പനികളുടെയും വ്യക്തികളുടെയും ഭൂമി ഏറ്റെടുക്കണമെന്ന് MG രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ടിനെതിരെ ഹാരിസൺ മലയാളം കമ്പനിയും ഹൈക്കോടതിയെ സമീപിച്ചു. ഇത് പരിഗണിച്ച ഹൈക്കോടതി ഭൂമിയിൽ ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ സർക്കാരിന് സിവിൽ കോടതിയെ സമീപിക്കാമെന്ന് ഉത്തരവിട്ടു. തുടർന്നാണ് 2019 സംസ്ഥാന സർക്കാർ പാലാ സബ് കോടതിയിൽ ഹർജി നൽകിയത്. 7 വർഷം നീണ്ടുനിന്ന നിയമയുദ്ധത്തിനൊടുവിലാണ് കേസിൽ സർക്കാരിന് കനത്ത തിരിച്ചടിയുണ്ടായിരിക്കുന്നത്. ചെറുവള്ളി എസ്റ്റേറ്റ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ സർക്കാർ ഹാജരാക്കിയ എല്ലാ റവന്യൂ രേഖകളും പാലാ സബ് കോടതി തള്ളി. അവകാശം ഉന്നയിച്ച 2263 ഏക്കർ ഭൂമി അയന ചാരിറ്റബിൾ ട്രസ്റ്റിന്റേതാണെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. അയന ചാരിറ്റബിൾ ട്രസ്റ്റും ഹാരിസൺ മലയാളം കമ്പനിയും ഉയർത്തിയ ഉടമസ്ഥാവകാശ വാദങ്ങൾ കോടതി അംഗീകരിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. രാജ്യത്ത് പടരുന്ന സാംസ്കാരിക മൗനം ആപത്കരമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഭരണഘടന സംരക്ഷിക്കാൻ ഓരോ ജനപ്രതിനിധിക്കും ബാധ്യതയുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കോൺഗ്രസ് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകാൻ KPCC കൊച്ചിയിൽ സംഘടിപ്പിച്ച മഹാപഞ്ചായത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ആനുകാലിക രാഷ്ട്രീയ വിവാദങ്ങളെ പരാമർശിക്കാതെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. കൊച്ചിയിലെത്തിയ രാഹുൽ ഗാന്ധി KPCC സാംസ്കാരിക വിഭാഗം ഏർപ്പെടുത്തിയ പ്രിയദർശിനി പുരസ്കാരം സാഹിത്യകാരി പ്രൊഫസർ M ലീലാവതിക്ക് വീട്ടിലെത്തി സമ്മാനിച്ച ശേഷമാണ് മറൈൻ ഡ്രൈവിൽ മഹാപഞ്ചായത്ത് വേദിയിലേക്ക് എത്തിയത്. M ലീലാവതിയുമായുള്ള സംസാരത്തിൽ അവർ സൂചിപ്പിച്ച സാംസ്കാരിക മൗനത്തെക്കുറിച്ച് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി പ്രസംഗം ആരംഭിച്ചത്. സാംസ്കാരിക മൗനം രാജ്യത്ത് ആകമാനം വ്യാപിക്കുന്നുവെന്നും എല്ലാ ജനവിരുദ്ധ നടപടികൾക്കിടയിലും ഇന്ത്യ നിശബ്ദമായിരിക്കണമെന്നാണ് BJPയും RSSും ആഗ്രഹിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. She said something very, very powerful. She spoke about the culture of silence, explained how this culture of silence is spreading all across India. The ideological attack of the BJP and the RSS is designed to create a culture of silence. They want India to remain silent, India not to express itself, and they want to deliver all the wealth of our country to a few limited business houses.
ജനപ്രതിനിധികൾ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം. നിശബ്ദതയുടെ സംസ്കാരത്തെ വളരാൻ അനുവദിക്കാത്തവരായി ജനപ്രതിനിധികൾ മാറണം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്നും അപ്പോൾ സമൂഹത്തിനായി എന്തൊക്കെ ചെയ്യുമെന്ന് ഇപ്പോൾ തന്നെ പറയാൻ കഴിയുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അതേസമയം കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദങ്ങളെയൊന്നും അദ്ദേഹം പ്രസംഗത്തിൽ പരാമർശിച്ചില്ല. പ്രസംഗത്തിന് ശേഷം തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചുള്ള ജനപ്രതിനിധികളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അധ്യക്ഷത വഹിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, നേതാക്കളായ സച്ചിൻ പൈലറ്റ്, ദീപാദാസ് മുൻഷി, KC വേണുഗോപാൽ, ശശി തരൂർ, രമേശ് ചെന്നിത്തല, K സുധാകരൻ, UDF കൺവീനർ അടൂർ പ്രകാശ്, കർണാടക മന്ത്രി KJ ജോർജ്, കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MPമാർ, MLAമാർ, മറ്റ് AICC, KPCC ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായി മത്സരിച്ച് വിജയിച്ചവരും പരാജയപ്പെട്ടവരുമായി 15,000-ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. KPCC സാംസ്കാരിക വിഭാഗം ഏർപ്പെടുത്തിയ രണ്ടാമത് പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം പ്രമുഖ നിരൂപക പത്മശ്രീ പ്രൊഫസർ M ലീലാവതിക്ക് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സമ്മാനിച്ചു. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ലീലാവതി ടീച്ചർ കേരളത്തിന് മാത്രമല്ല രാജ്യത്തിനാകെ അഭിമാനമെന്ന് പുരസ്കാരം സമർപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു. 98 വയസ്സുള്ള ലീലാവതി ടീച്ചർ പുലർച്ചെ 3 മണിക്ക് എഴുന്നേൽക്കുമെന്നും പറഞ്ഞു. എല്ലാവർക്കും ഉത്തേജനം നൽകുന്ന കാര്യമാണതെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. ഇന്ദിരാഗാന്ധിയിൽ നിന്ന് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചുമകൻ രാഹുൽ ഗാന്ധിയിൽ നിന്നും പുരസ്കാരം ലഭിച്ചുവെന്ന് ലീലാവതി ടീച്ചറും പറഞ്ഞു. അവാർഡ് തുകയായ 1 ലക്ഷം രൂപ രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് നൽകുന്നതായും അവർ അറിയിച്ചു. കേരളത്തിന്റെ കുംഭമേള മഹാമാഘ മഹോത്സവത്തിന് തിരുനാവായയിൽ കൊടിയേറി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ധർമ്മധ്വജമുയർത്തി. സംസ്കാരം ദുർബലപ്പെടുത്തുന്നത് മറ്റുള്ളവർ നശിപ്പിച്ചതുകൊണ്ടല്ലെന്നും മറിച്ച് ശീലിക്കാനും സംരക്ഷിക്കാനും തയ്യാറാകാത്തതുകൊണ്ടാണെന്നും ഗവർണർ പറഞ്ഞു. 2.5 നൂറ്റാണ്ട് മുൻപ് നിലച്ചുപോയ ഭാരതപ്പുഴയുടെ മഹോത്സവത്തിന് ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ തിരിതെളിഞ്ഞു. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ധർമ്മപതാക ഉയർത്തിയതോടെയാണ് ഫെബ്രുവരി 3 വരെ നീളുന്ന മഹാമാഘ മഹോത്സവത്തിന് തുടക്കമായത്. നാവാമുകുന്ദ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷമാണ് ഗവർണർ ധ്വജാരോഹണത്തിനായി എത്തിയത്. മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ്, താനൂർ അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമിനി അതുല്യാമൃതപ്രാണ തുടങ്ങി വിവിധ ആശ്രമങ്ങളിലെ സന്യാസിമാരും ധ്വജാരോഹണ ചടങ്ങിൽ പങ്കെടുത്തു. ഭാരതം മുന്നോട്ടു പോകുന്നത് മണ്ണ് കീഴടക്കിയല്ല എന്നും ഹൃദയം കീഴടക്കിയാണെന്നും ഗവർണർ പറഞ്ഞു. രാവിലെ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. തുടർന്ന് സന്യാസി വര്യന്മാരുടെ നേതൃത്വത്തിൽ നീളാസ്നാനവും നടന്നു. ഫെബ്രുവരി 3 വരെ നീളുന്ന മഹാമാഘത്തിനായി കേരളത്തിനകത്തും പുറത്തുനിന്നുമായി നിരവധി പേരെത്തും. അമൃത ന്യൂസ്, മലപ്പുറം. കേരളത്തിന്റെ കുംഭമേള മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി തിരുനാവയിൽ നിള ആരതി നടന്നു. കാശിയിലെ ദശാശ്വമേധഘട്ടിലെ ഗംഗ ആരതി നിർവഹിക്കുന്ന പണ്ഡിറ്റുകൾ തന്നെയാണ് ഈ നദീപൂജയ്ക്ക് നേതൃത്വം നൽകിയത്. ഉത്തരേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ നദീപൂജാ രീതികൾ കേരളത്തിലെ ഏറ്റവും പുണ്യനദിയായ ഭാരതപ്പുഴയ്ക്ക് സമർപ്പിക്കുന്ന ചരിത്ര നിമിഷമായിരുന്നു ഇത്. പ്രാദേശിക ആരാധനാ ശൈലികളോട് യോജിച്ച രീതിയിലാണ് ചടങ്ങുകൾ ക്രമീകരിച്ചത്. ഇന്നു മുതൽ മഹാമാഘം അവസാനിക്കുന്ന ഫെബ്രുവരി 3 വരെ എല്ലാ ദിവസവും സന്ധ്യാസമയത്തായിരിക്കും ആരതി. തിരുനാവായയിൽ നടക്കുന്ന മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി പൊള്ളാച്ചിയിൽ നിന്ന് പുറപ്പെട്ട രഥയാത്ര തമിഴ്നാട് സർക്കാർ തടഞ്ഞു. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനമായ തിരുമൂർത്തി മലയിൽ പൂജ കഴിഞ്ഞ് പുറപ്പെടാനിരിക്കെയാണ് പോലീസ് യാത്ര തടഞ്ഞത്. കാര്യങ്ങൾ വിശദീകരിക്കാനായി മഹാമാഘ സഭാപതി മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മാധ്യമങ്ങളെ കണ്ടു. തിരുനാവായ കുംഭമേളയ്ക്കെത്തുന്ന ഭക്തർക്ക് ആശ്വാസമായി എറണാകുളം അമൃത ഹോസ്പിറ്റലും. മഹാമാഘ നഗരിയിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു താൽക്കാലിക ആശുപത്രി തന്നെയാണ് അമൃത ഹോസ്പിറ്റൽ സജ്ജീകരിച്ചിട്ടുള്ളത്. തിരുനാവായ മഹാമാഘ ഉത്സവത്തിനായി എത്തുന്ന ആയിരങ്ങൾക്ക് ആശ്വാസമാണ് ഉത്സവ നഗരിയിലെ മെഡിക്കൽ സെന്റർ. കൊച്ചി അമൃത ആശുപത്രിയുടെ നേതൃത്വത്തിലാണ് മെഡിക്കൽ സെന്ററിന്റെ പ്രവർത്തനം. 8 പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം താൽക്കാലിക സെന്ററിൽ ലഭ്യമാണ്. മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനം മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ്, താനൂർ അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമിനി അതുല്യാമൃതപ്രാണ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. കൊച്ചി അമൃത ആശുപത്രിയിലെ സീനിയർ ഡോക്ടറും പ്രൊഫസറുമായ ശ്രീകുമാറിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ്. നമുക്ക് കിടത്തി 7 പേർക്ക് കൊടുക്കാം.
ബാക്കി നമ്മൾ ഈ ഫ്രണ്ടിലേക്കുള്ള പന്തലും കൂടി ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നാൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് കരുതി സ്പേസ് ഇട്ടിരിക്കുന്നത്. എന്തായാലും ഒരു സമയത്ത് ഒരു 25-30 പേരോളം നമുക്ക് ചികിത്സിക്കാൻ പറ്റും. ആധുനിക മെഡിക്കൽ സൗകര്യങ്ങളുള്ള വാഹനവും ഉടനെ തിരുനാവായയിലെത്തും. അമൃത ന്യൂസ്, മലപ്പുറം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വർഗീയ ധ്രുവീകരണം പരാമർശത്തിൽ ഉറച്ച് മന്ത്രി സജി ചെറിയാൻ BJP ഉയർത്തുന്ന ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് നേരിടരുതെന്നും ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തണമെന്നാണ് ഉദ്ദേശിച്ചതെന്നും മന്ത്രി പറഞ്ഞു. വർഗീയതയുടെ തീപ്പൊരിക്കായി കാത്തിരിക്കുന്നവരുടെ കൈകളിലേക്ക് CPM തീപ്പന്തം എറിഞ്ഞു കൊടുക്കുന്നുവെന്ന് VD സതീശനും ആരോപിച്ചു. ഗവർണർക്കും സ്പീക്കർക്കും പോലീസിനും പരാതി നൽകി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. പ്രസ്താവന സത്യപ്രതിജ്ഞാ ലംഘനമെന്നാണ് ആരോപണം. മന്ത്രി സജി ചെറിയാനെതിരെ സമസ്തയും രംഗത്ത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ മതധ്രുവീകരണത്തിന് ആസൂത്രിതമായ ശ്രമം നടത്തുകയാണെന്ന് സമസ്ത നേതാവ് സത്താർ പന്തല്ലൂർ ആരോപിച്ചു. വെള്ളാപ്പള്ളി തുടക്കമിട്ട് AK ബാലനിലൂടെ സജി ചെറിയാനിൽ എത്തി നിൽക്കുകയാണ്. മന്ത്രിയുടെ പ്രതികരണം നാടിന്റെ സൗഹൃദ അന്തരീക്ഷം തകർക്കുന്നതെന്നും മതവും സമുദായവും നോക്കിയാണ് വോട്ട് എന്ന പ്രസ്താവന സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്നതാണെന്നും മന്ത്രിയുടെ പ്രതികരണം പാർട്ടി നിലപാടാണോ എന്ന് CPM ജനറൽ സെക്രട്ടറി വ്യക്തമാക്കണം. ഉത്തരേന്ത്യയിൽ കേട്ടുകേൾവിയുള്ള മതപരമായ ധ്രുവീകരണമാണ് ലക്ഷ്യമെന്നും സംസ്ഥാന നേതാവ് സത്താർ പന്തല്ലൂർ കാസർഗോഡ് പറഞ്ഞു. യുവതിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിന് പിന്നാലെ കോഴിക്കോട് ഗോവിന്ദാപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ കുടുംബം. യുവതിക്കെതിരെ കുടുംബം മുഖ്യമന്ത്രി, സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. യുവതിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് ആവശ്യം. അതേസമയം സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിച്ചതുമൂലമുണ്ടായ മാനസിക സമ്മർദ്ദമാണ് ദീപകിന്റെ ആത്മഹത്യയ്ക്ക് കാരണമെന്നും യുവതി മാത്രമാണ് മരണത്തിന് ഉത്തരവാദിയെന്നും കാണിച്ചാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. യുവതിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് ആവശ്യം. മുഖ്യമന്ത്രി, IG, കമ്മീഷണർ, ജില്ലാ കളക്ടർ, മെഡിക്കൽ കോളേജ് പോലീസ്, മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങിയവർക്കാണ് ദീപകിന്റെ അമ്മ ഒപ്പിട്ട പരാതി സമർപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് ദീപകിന്റെ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി. കേസ് അവളെ അറസ്റ്റ് ചെയ്താൽ അതിന് അങ്ങോട്ട് 2 മണിക്കൂർ കഴിഞ്ഞാൽ അവൾ ജാമ്യത്തിലോട് ജാമ്യം എന്ന് പറഞ്ഞിട്ട് നിയമപരമായി ഒരു നല്ല ശിക്ഷ കൊടുക്കണം. അതാ വേണ്ടത്. അച്ഛനമ്മക്കും ഇതേമാതിരി കുട്ടിക്ക് അനുഭവം വരാൻ പാടില്ല. അതേസമയം സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. വിഷയം നോർത്ത് സോൺ DIG അന്വേഷിക്കണമെന്നും അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കണമെന്നും കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ് ആവശ്യപ്പെട്ടു. മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ദീപകിന്റെ മാതാപിതാക്കളെ സന്ദർശിച്ചു. പോലീസ് നടപടിയിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നും FIR-ൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമായിരുന്നുവെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ഇൻക്വസ്റ്റ് നടത്തിയപ്പോഴും ഈ കാര്യം മറച്ചു വച്ചിരിക്കുകയാണ്. 2 ദിവസമാകാൻ പോകുന്നു. ഈ നിമിഷം വരെയും ഈ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു എന്ന കുറ്റം, ആ കുറ്റമല്ല പ്രധാനമായിട്ടുള്ളത്. ആ കുറ്റത്തിൻ്റെ പേരിൽ വകുപ്പ് ഈ നിമിഷം വരെയും ചേർത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബസ് യാത്രയ്ക്കിടെ ദീപക് ശരീരത്തിൽ സ്പർശിച്ചുവെന്നാരോപിച്ച് യുവതി ബസ്സിലെ ദൃശ്യങ്ങളടക്കം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരുന്നു. തുടർന്ന് ഇന്നലെ രാവിലെ ഗോവിന്ദാപുരം സ്വദേശിയായ ദീപകിനെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ യുവതിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരാതികൾ ഉയരുന്നുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. ദുബായിൽ നടന്ന വികസിത അനന്തപുരി കോൺക്ലേവ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ V. മുരളീധരൻ കോൺക്ലേവിൽ പങ്കെടുത്ത് സംസാരിച്ചു. തിരുവനന്തപുരത്തിന്റെ സമഗ്ര വികസനം സംബന്ധിച്ച് പ്രവാസികളുടെ ആശയങ്ങൾ അവതരിപ്പിക്കുവാനുള്ള വേദി എന്ന നിലയിലാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ അറിയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ലഭിച്ചതിന് പിന്നാലെ തലസ്ഥാന നഗരിയുടെ വികസനം സംബന്ധിച്ച ചർച്ചകൾക്കായി വികസിത അനന്തപുരി കോൺക്ലേവ് കൂടുതൽ സ്ഥലങ്ങളിൽ നടത്താനാണ് പദ്ധതിയെന്ന് മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ V. മുരളീധരൻ പറഞ്ഞു. തലസ്ഥാന നഗരിയുടെ വികസനം സംബന്ധിച്ച് പ്രവാസികളുടെ അഭിപ്രായം സ്വരൂപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദുബായിൽ കോൺക്ലേവ് സംഘടിപ്പിച്ചത്. നായാടി മുതൽ നസ്രാണി വരെയുള്ളവരുടെ ഐക്യം എന്ന വെള്ളാപ്പള്ളി നടേശന്റെ മുദ്രാവാക്യം LDF-ന് നേട്ടമാവില്ലെന്ന് V. മുരളീധരൻ പറഞ്ഞു. കോൺക്ലേവിന് മുൻപായി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NSS-NDP ഐക്യത്തിൻ്റെ സന്ദേശം ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്യുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. കാരണം ഹിന്ദു ഐക്യത്തിന് വേണ്ടിയിട്ട് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇന്ന് വരെ അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുണ്ടോ? SNDP NS ഐക്യം എന്നത് കാലങ്ങളായി BJP മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് പേര് മാറ്റിയിട്ട് മതേതരത്വം പറയട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. വികസന അജണ്ട വെച്ചാണ് BJP തെരഞ്ഞെടുപ്പുകൾ നേരിടുന്നത്. എന്നാൽ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുമെന്നും V. മുരളീധരൻ ചൂണ്ടിക്കാട്ടി. പാർട്ടി ആവശ്യപ്പെട്ടാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മത്സരിക്കുന്നത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ജനാധിപത്യ പ്രക്രിയയിൽ രാഷ്ട്രീയ പ്രവർത്തകരെല്ലാവരും
തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പാർട്ടി തീരുമാനിച്ചാൽ മത്സരിക്കും. അമൃത ന്യൂസ്, ദുബായ്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് അബുദാബി. നംബിയോ സേഫ്റ്റി ഇൻഡെക്സ് റിപ്പോർട്ടാണ് സുരക്ഷിത ജനജീവിതം ഉറപ്പുവരുത്തുന്ന ലോകത്തിലെ 1-ാമത്തെ നഗരമായി അബുദാബിയെ തിരഞ്ഞെടുത്തത്. തുടർച്ചയായി 10ാം തവണയാണ് ലോകത്തിലെ ഏറ്റവും സുരക്ഷയുള്ള നഗരമെന്ന നേട്ടം അബുദാബി കൈവരിക്കുന്നത്. 400ഓളം നഗരങ്ങളുടെ പട്ടികയിലാണ് അബുദാബി ഒന്നാമതെത്തിയത്. നംബിയോ സേഫ്റ്റി ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം UAE-ക്കാണ്. സുരക്ഷിത നഗരങ്ങളുടെ പട്ടികയിൽ റാസൽ ഖൈമ, അജ്മാൻ, ഷാർജ എന്നീ UAE നഗരങ്ങൾ യഥാക്രമം 2 മുതൽ 4 സ്ഥാനങ്ങൾ വരെ നേടി. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, മികച്ച ജീവിത നിലവാരം, സാമ്പത്തിക സ്ഥിരത, താമസക്കാർക്കും വിനോദസഞ്ചാരികൾക്കും ലഭിക്കുന്ന സുരക്ഷ, നിയമം നടപ്പാക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്ന ഭരണനിർവഹണം, ശക്തമായ പോലീസ് സംവിധാനം എന്നിവയൊക്കെയാണ് UAE-യും അബുദാബി ഉൾപ്പെടെയുള്ള എമിറേറ്റുകളും പട്ടികയിൽ ഇടം നേടാൻ കാരണമായത്. ദോഹ, മസ്കറ്റ്, റിയാദ്, ജിദ്ദ, കുവൈറ്റ് സിറ്റി എന്നീ ഗൾഫ് രാജ്യങ്ങളും പട്ടികയിലെ ആദ്യ സ്ഥാനങ്ങളിൽ ഇടം നേടിയിട്ടുണ്ട്. ആഫ്രിക്കൻ അമേരിക്കൻ നഗരങ്ങളാണ് പട്ടികയിൽ അവസാന സ്ഥാനത്തുള്ളത്. അമൃത ന്യൂസ്, ദുബായ്. കുവൈറ്റിൽ സുലൈബിയ സെൻട്രൽ ജയിൽ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ പരിക്കേറ്റ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ മരണമടഞ്ഞു. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ കേണൽ സൗദ് അൽ ഖംസാനാണ് മരണമടഞ്ഞത്. കെട്ടിടത്തിന്റെ ഇടനാഴിയിൽ കാർപ്പറ്റ്, ഫർണിച്ചർ തുടങ്ങിയവ മാറ്റി സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികൾക്കിടെയാണ് അപകടമുണ്ടായത്. അറ്റകുറ്റപ്പണികൾ നടക്കവേ കെട്ടിടത്തിന്റെ 1-ാം നിലയിൽ വൈദ്യുത ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് സ്ഫോടനമുണ്ടാകുകയായിരുന്നു. ഉദ്യോഗസ്ഥരും തൊഴിലാളികളും ഉൾപ്പെടെ 6 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. കേണൽ സൗദ് അൽ ഖംസാന്റെ നിര്യാണത്തിൽ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസുഫ് അനുശോചനം രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം അവസാന പാദത്തിൽ ദുബായിലെ നിരത്തുകളിൽ വാഹനാപകടങ്ങളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞുവെന്ന് ദുബായ് പോലീസ്. ഗതാഗത നിയമങ്ങൾ കർശനമാക്കിയതും ഗതാഗത സംവിധാനങ്ങളിലെ കാര്യക്ഷമതയുമാണ് ഇതിന് കാരണമെന്നും ദുബായ് പോലീസ് അറിയിച്ചു. ഡ്രൈവിംഗ് രീതികൾ, ഡ്രൈവർമാരുടെ പെരുമാറ്റം എന്നിവ തത്സമയം നിരീക്ഷിക്കാനുള്ള അത്യാധുനിക സംവിധാനങ്ങൾ സജ്ജമാക്കിയതും അപകടങ്ങൾ കുറയാൻ കാരണമായി. ഈ കാലയളവിൽ വാഹനാപകടങ്ങളുടെ നിരക്കിൽ 44% കുറവും കാൽനട യാത്രക്കാരുടെ അപകട മരണത്തിൽ 50% കുറവുമാണ് രേഖപ്പെടുത്തിയത്. സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ ആരോഗ്യ സംബന്ധമായ മരുന്നുകൾ കൊണ്ടുവരുന്നതിന് കർശന മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തി UAE. ഡോക്ടറുടെ കുറിപ്പടിയില്ലാത്ത മരുന്നുകൾ കൊണ്ടുവരാൻ അനുമതിയില്ല. കുട്ടികൾ സ്വയം മരുന്ന് കഴിക്കുന്നതും ബാഗുകളിൽ സൂക്ഷിക്കുന്നതും വിലക്കി. ആരോഗ്യ ആവശ്യങ്ങൾക്കുള്ള മരുന്നുകൾ സ്കൂൾ ക്ലിനിക്കിൽ ഏൽപ്പിച്ച് നഴ്സിന്റെ മേൽനോട്ടത്തിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. മരുന്നുകൾ യഥാർത്ഥ പാക്കറ്റിലോ കുപ്പികളിലോ ആയിരിക്കണമെന്നും നിബന്ധനയുണ്ട്. സ്കൂളിൽ വെച്ച് മരുന്നുകൾ നൽകുന്നതിന് മാതാപിതാക്കളുടെ സമ്മതപത്രവും വേണം. ഇൻഹേലർ പോലെയുള്ളവ ഉപയോഗിക്കുന്നതിനും പ്രത്യേക അനുമതി വാങ്ങണം. UAE ലൈസൻസ് ഉള്ള ഡോക്ടർമാരുടെ കുറിപ്പടികൾ വേണം ഹാജരാക്കാനെന്നും നിബന്ധനയുണ്ട്. സൗദിയിൽ മാർക്കറ്റിംഗ്, സെയിൽസ്, തൊഴിൽ മേഖലകളിൽ സ്വദേശിവൽക്കരണം 60% ഉയർത്തിയതായി സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ ഉത്തരവ്. തിങ്കളാഴ്ച മുതൽ പുതിയ നിയമം രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നു. 3 അതിലധികമോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്കാണ് ഈ നിയമം ബാധകമാകുക. മാർക്കറ്റിംഗ് വിഭാഗത്തിൽ മാർക്കറ്റിംഗ് മാനേജർ, പരസ്യ ഏജന്റ്, ഗ്രാഫിക് ഡിസൈനർ, PR സ്പെഷ്യലിസ്റ്റ്, ഫോട്ടോഗ്രാഫർ തുടങ്ങിയ തസ്തികകളിലാണ് 60% സ്വദേശികൾക്ക് നിജപ്പെടുത്തിയത്. സൗദി അറേബ്യയുടെ ഈ വർഷത്തെ സാമ്പത്തിക വളർച്ചാ പ്രവചനം അന്താരാഷ്ട്ര നാണയനിധി വീണ്ടും ഉയർത്തി. തുടർച്ചയായ 3-ാം തവണയാണ് IMF സൗദി വളർച്ചാ നിരക്കിൽ വർധനവ് രേഖപ്പെടുത്തുന്നത്. തിങ്കളാഴ്ച പുറത്തിറക്കിയ ജനുവരി മാസത്തെ റിപ്പോർട്ട് പ്രകാരം 2026-ൽ സൗദി സമ്പദ് വ്യവസ്ഥ 4.5% വളർച്ച കൈവരിക്കുമെന്നാണ് പുതിയ കണക്കുകൂട്ടൽ. കഴിഞ്ഞ ഒക്ടോബറിൽ ഇത് 4% ആയിരിക്കുമെന്നായിരുന്നു പ്രവചിച്ചിരുന്നത്. NSSും SNDPയും ഒന്നിക്കുന്നത് നല്ലതാണെന്ന് രമേശ് ചെന്നിത്തല. കേരള സമൂഹത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള സമുദായങ്ങളാണെന്നും ഈ സമുദായങ്ങളെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. NSSും SNDPയും ഒക്കെ യോജിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അവരൊക്കെ യോജിച്ചു പോകണമെന്ന് തന്നെയാണ് എന്റെ എന്നത്തെ അഭിപ്രായം. എല്ലാ മതസംഘടനകളും യോജിച്ചു പോകുന്നത് നല്ല കാര്യമാണ്. യോജിപ്പോടുകൂടി പോകുന്നത് നല്ലതാണ്. അവരെന്നും വഴക്കടിക്കണമെന്നുള്ള നിർബന്ധമൊന്നും നമ്മൾ കാണിക്കേണ്ട കാര്യം എന്താ? അവർ യോജിച്ചു പോവുകയാണെങ്കിൽ നല്ലതാണ്. അവർ യോജിച്ചു പോട്ടെ. എല്ലാ മതവിഭാഗങ്ങളും യോജിച്ചു പോകുന്നതാണ് എപ്പോഴും നല്ലത്. മതവിഭാഗങ്ങളിലോ അല്ലെങ്കിൽ സംഘടനകൾ തമ്മിലോ തർക്കം ഉണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടേതായ ഒരു നയമുണ്ട്. അതാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഗീയതയ്ക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം നമുക്ക് അനിവാര്യമാണ്. SNDP, NSS പോലെയുള്ള സമുദായ സംഘടനകൾ ഐക്യപ്പെട്ട് മുന്നോട്ട് പോകുന്നത് നല്ല കാര്യമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും പ്രതികരിച്ചു. അവരെയൊക്കെ വിമർശിക്കുമ്പോൾ അതിര് കടന്നു പോകുന്നത് ശരിയല്ല. വർഗീയമായ ഒരു ചേരിതിരിവിനെയും CPM പിന്തുണയ്ക്കില്ലെന്നും മന്ത്രി പറഞ്ഞു.
SNDP ആയിരുന്നാലും NSS ആയിരുന്നാലും KPMS ആയിരുന്നാലും പിന്നെ മുസ്ലിം ഓർഗനൈസേഷൻസ് ആയിരുന്നാലും അവരെല്ലാം കൂടെ ഐക്യത്തോടുകൂടി ഒറ്റക്കെട്ടായി പിന്നെ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നത് നല്ല കാര്യം തന്നെയാണ്. അവരുടെയും പിന്നെ പാരമ്പര്യത്തിൽ നിന്ന് നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ SNDPക്ക് മഹത്തായ ഒരു SNDP NSS ഐക്യത്തിൽ പ്രതികരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPM ഇതിനെ കാണുന്നത് വ്യക്തിപരമായിട്ടല്ലെന്നും എല്ലാ സമുദായ വിഭാഗങ്ങളും ഐക്യപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. VD സതീശൻ RSSന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വർഗീയതയ്ക്കൊപ്പമാണ്. RSSന് മുൻപിൽ പോയി വഴങ്ങിയ പോലെ ജമാഅത്തെ ഇസ്ലാമിക്ക് മുന്നിലും VD സതീശൻ വഴങ്ങിയെന്നും UDF ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിക്കൊണ്ട് നടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ പ്രസിദ്ധീകരിക്കണമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. അടുത്ത മന്ത്രിസഭയിൽ ന്യൂനപക്ഷ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്നും ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം സമുദായങ്ങൾക്ക് റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ നൽകണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. സീറോ മലബാർ സഭയുടെ സമുദായ ശാക്തീകരണത്തിന്റെ ചങ്ങനാശ്ശേരി അതിരൂപത തല ഉദ്ഘാടന സമ്മേളനത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. ശബരിമല നട അടയ്ക്കുന്നതിന് മുന്നോടിയായി അയ്യപ്പസ്വാമിയുടെ ശരംകുത്തി എഴുന്നള്ളത്ത് നടന്നു. ശരംകുത്തിയിൽ നടന്ന നായാട്ടുവിളിക്ക് ശേഷം ഭൂതഗണങ്ങളുമായി അയ്യൻ തിരികെ ശബരിമലയിലേക്ക് എത്തുന്നുവെന്നാണ് വിശ്വാസം. മണിമണ്ഡപത്തിൽ സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പന്റെ കളമെഴുതിയ ശേഷം വലതുവശം തലപ്പാറമലയുടെയും ഇടതുവശം ഉടുമ്പാറമലയുടെയും കൊടികളുമായാണ് അയ്യപ്പൻ ശരംകുത്തിയിലേക്ക് എഴുന്നള്ളുന്നത്. വാദ്യമേളങ്ങൾ, തീവട്ടി, കുത്തുവിളക്ക് എന്നിവയുടെ അകമ്പടിയോടെയാണ് എഴുന്നള്ളത്ത്. മകരവിളക്കിന് ശേഷം ആദ്യ 4 ദിനം മണിമണ്ഡപത്തിൽ നിന്നും 18ാം പടി വരെ നടക്കുന്ന വിളക്കിനെഴുന്നേൽപ്പിന് ശേഷം നിലപാട് തറയിൽ നടക്കുന്ന നായാട്ടുവിളി 5ാം ദിനം ശരംകുത്തിയിലാണ് നടക്കുന്നത്. ഉത്സവത്തിനെത്തിയ ഭക്തരെ ക്ഷേത്ര അതിർത്തിയിലെത്തിച്ച് യാത്രയാക്കുന്നതോടൊപ്പം ഉത്സവവേളയിൽ ശബരിമലയിൽ നിന്നും ഉൾക്കാടുകളിലേക്ക് പോയ അയ്യപ്പന്റെ കാവലാളുകളായ ഭൂതഗണങ്ങളെയും മലദൈവങ്ങളെയും അയ്യപ്പസ്വാമി നേരിട്ട് വിളിച്ച് ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നു എന്ന സങ്കല്പത്തിലാണ് നായാട്ടുവിളി. ശരംകുത്തിയിൽ നിന്ന് തീവട്ടിയും മേളവുമില്ലാതെ നിശബ്ദമായാണ് സംഘം മണിമണ്ഡപത്തിലേക്ക് മടങ്ങിയെത്തുന്നത്. തുടർന്ന് മാളികപ്പുറം മേൽശാന്തി, നായാട്ടുവിളി സംഘം, തിരുവാഭരണ പേടകവാഹക സംഘം, കുത്തുവിളക്കെടുക്കുന്ന കഴകം എന്നിവർക്ക് മണിമണ്ഡപം കർമ്മികൾ കിഴിപ്പണം നൽകും. പിന്നീട് തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പന്റെ കളം മായ്ക്കുന്നതോടെയാണ് കളമെടുത്തു ചടങ്ങ് അവസാനിക്കുന്നത്. അമൃത ന്യൂസ്, സന്നിധാനം. 2026 T20 ലോകകപ്പിനായി ഇന്ത്യയിലേക്ക് വരാൻ മടിക്കുന്ന ബംഗ്ലാദേശിന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അന്ത്യശാസനം നൽകിയതായി റിപ്പോർട്ട്. ബുധനാഴ്ചയ്ക്കകം ഇന്ത്യയിലേക്ക് പോകാൻ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് സമ്മതിച്ചില്ലെങ്കിൽ അവർക്ക് പകരം സ്കോട്ട്ലാൻഡിനെ ടൂർണമെന്റിൽ ഉൾപ്പെടുത്തുമെന്ന് ICC അറിയിച്ചു. നിലവിലെ T20 റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് സ്കോട്ട്ലൻഡിന് അവസരം ലഭിക്കുക. ശനിയാഴ്ച ധാക്കയിൽ വെച്ച് BCBയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ICC കർശന നിലപാട് വ്യക്തമാക്കിയത്. ഫെബ്രുവരി 7-ന് ആരംഭിക്കുന്ന ടൂർണമെന്റിൽ കൊൽക്കത്തയിലും മുംബൈയിലുമായാണ് ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.